ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ കളറിൽ വരുന്ന വെൽവെറ്റ് മെറ്റീരിയലിൽ നമ്മൾ അബയ സ്റ്റൈൽ കഫ്താൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം ആദ്യം തന്നെ നമ്മൾ എത്രയാണോ നമ്മുടെ ലെങ്ത്ത് വേണ്ടത്, ഞാനൊരു 54 ഇഞ്ച് ലെങ്ത്ത് ഫുൾ ലെങ്ത്താണ് കൊടുക്കുന്നത്. അത് ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ക്ലോത്ത് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക. ആം ഹോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഷേപ്പ്, നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് 10 ഇഞ്ചാണ്. അപ്പോൾ അതോട് ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ ലൂസേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കണ്ടിട്ട് എത്ര ലൂസ് വേണോ അത് നിങ്ങൾക്ക് ചെയ്യട്ടോ. ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ലൂസ് കൊടുക്കുന്നുള്ളൂ. ആ ലൂസ് മതി. അല്ലെങ്കിൽ ഒരുപാട് ലൂസാവുന്ന സമയത്ത് ഒരുപാട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ലൂസ് കൊടുക്കുന്നത്, അതിനനുസരിച്ച് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ വീതി ഇവിടെ കൊടുത്തിട്ടുള്ളത് 12 ഇഞ്ച് വീതിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ വീതിക്ക് അനുസരിച്ച് പിന്നെ നമ്മൾ താഴത്തേക്ക് ഇതേപോലെ ഷേപ്പിംഗ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. താഴത്തു നിന്ന് മുകളിലേക്ക് ഒരു 14 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ചെറിയൊരു സൈഡ് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1 ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്കിങ് കൊടുക്കുക. ആ 1 ഇഞ്ചിൽ നിർത്തിയിട്ട് വേണം നമുക്ക് അവിടെ സൈഡ് ഓപ്പൺ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴത്ത് ഇതേപോലെ നമ്മൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ നെക്ക് വരുന്നത് 3 ഇഞ്ച് വിടുത്താണ്. അതേപോലെ തന്നെ നെക്കൊക്കെ നമ്മൾ ക്യാൻവാസിൽ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നെക്കിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ കട്ട് ചെയ്യുന്നില്ല. ബാക്കി 1/2 ഇഞ്ചിൽ സ്ലോപ്പ് കൊടുത്തിട്ട് ഇതേപോലെ ഷോൾഡർ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡറും കാര്യങ്ങളും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ആം ഹോൾ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്ലീവ് ജോയിൻ ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എന്നാൽ അടിപൊളി ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ്. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീതിയൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ നമ്മുടെ സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്തൊരു ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ വശത്തും നമ്മൾ കട്ടിങ് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ നെക്ക് ക്യാൻവാസിൽ ചെയ്യുന്നതിനെ കൊണ്ട് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ക്യാൻവാസിൽ 3 ഇഞ്ച് വിടുത്തും 7 ഇഞ്ച് ലെങ്ത്തിൽ വീനെക്കാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സ്ലീവ് ഇനിയും വേണം, ഫുൾ സ്ലീവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഇതേപോലെ പീസ് ജോയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. എത്ര കണ്ടിട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ നമ്മൾ വി നെക്ക് 7 ഇഞ്ച് ലെങ്ത്താണ്. ബാക്കിൽ നമ്മൾ 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിടുത്തിലും നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക. സ്ലീവ് ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ഫുൾ സ്ലീവായിട്ട് ഫുള്ളായിട്ട് നമുക്ക് അടിക്കുക. പിന്നെ നമുക്ക് വരുന്നത് സൈഡ് ഓപ്പണിൻ്റെ ഭാഗമാണ്. സൈഡ് ഓപ്പൺ ഇതേപോലെ തന്നെ നമ്മൾ 1 ഇഞ്ചിൽ അടിച്ച് ഫുള്ളായിട്ട് അടിച്ച് വന്നിട്ട് പിന്നെ 1 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഇവിടെ വെച്ച് നിർത്തിയതിന് ശേഷം മുകളിലേക്ക് ഒന്നും കൂടി സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴത്ത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അടിക്കാൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പാറ്റേൺ ആണ്. മസ്റ്റായിട്ട് എല്ലാവരും ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ കസ്റ്റമൈസ് ചെയ്തിട്ടും വെൽവെറ്റിൻ്റെ ആയിട്ടും നമ്മളിത് സെയിലാക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ DM ആയിട്ട് അറിയിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് DM അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.